വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോപ്പിക്കിൻ്റെ പേരെന്ന് പറയുന്നത് ആറ്റം ആൻഡ് മോളിക്യൂൾസ് എന്നാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ മാറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ പീരിയോഡിക് ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ബേസിക്കും ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലാണ് ഈ പറയുന്ന ഭാഗങ്ങൾ വരുന്നത്. ഏതാണ്ട് 2 ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരൊറ്റ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്നത്തെ ഇത് ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നോട്ടിൻ്റെ PDF അതുപോലെ തന്നെ നമ്മുടെ മറ്റ് അപ്ഡേറ്റുകൾ, അതായത് പുതിയ പുതിയ ടോപ്പിക്കുകൾ, കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ എന്താണ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്രയും വരെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ആറ്റം എന്ന് പറയുന്നത് എന്താണ്. ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ അല്ലേ. മാറ്റർ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് മാറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ പറയുന്ന മാറ്ററിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ആറ്റമാണ് അല്ലേ. ഇപ്പോൾ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്ന ആരാണ്, അതിൻ്റെ ആറ്റമാണ്. അതിൽ താഴെ പോകുമ്പോൾ പിന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് പറയാം ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബിൽഡിംഗ് ബ്ലോക്കാണ് എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്നൊരു വസ്തു ഉണ്ടെന്ന് നമുക്ക് സയൻറ്റിഫിക്കലി പറഞ്ഞ തിയറിയുടെ പേരാണ് എന്ത്, അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അറ്റോമിക് തിയറി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് എന്താണ്, അത് ആറ്റമാണ്. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ആറ്റം ഉണ്ടെന്നുള്ള ഒരു അറിവിലേക്ക് എത്തിയത്, എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ആറ്റം ഉണ്ടെന്ന് കണ്ടെത്തിയത്, ആ കണ്ടെത്തലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത അത്രത്തോളം ചെറിയ ഒരു വസ്തുവാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ആറ്റം എന്നൊരു കാര്യം ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അപ്പോൾ ആറ്റം കണ്ടെത്തിയതിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഒരു മഹർഷി ആയിരുന്നുള്ള കനാദ മഹർഷി എന്ന് പറയുന്ന മഹർഷി, അദ്ദേഹം ഏതാണ്ട് 500 BC, അപ്പോൾ എത്രത്തോളം പണ്ടാണെന്ന് ആലോചിക്കണം. അതായത് നമ്മുടെ ഈ പറയുന്ന മോഡേൺ കെമിസ്ട്രിയിൽ മറ്റു പല തിയറികളും 1700-കളിലാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 500 BC നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മഹർഷിയായിട്ടുള്ള കനാദ മഹർഷി എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റത്തെ പറ്റിയിട്ട്, അതായത് അദ്ദേഹം തന്നെ വിളിച്ച പേരെന്താണ്, പരമാണു എന്നാണ്. എന്താണ്, പരമാണു. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഉള്ളതിനെ പറ്റിയിട്ട് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്തിയതല്ല, പക്ഷേ അങ്ങനെ ഒന്ന് ഉണ്ടാകാം എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് അന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പദാർത്ഥം അഥവാ മാറ്റർ അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എത്തും. ആ പാർട്ടിക്കിളിനാണ് അദ്ദേഹം എന്താണെന്ന് വിളിച്ചത്, പരമാണു എന്ന് വിളിച്ചത്. അപ്പോൾ പരമാണു എന്നൊരു കോൺസെപ്റ്റ് ഉള്ളതായിട്ട് പറഞ്ഞ ഇന്ത്യൻ മഹർഷി ആര് എന്ന രീതിയിൽ ചോദ്യം വന്നാൽ അതാരാണ്, അത് മഹർഷി കനാദനാണ്. അതായത് ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് ആലോചിക്കണം. ഇത് വെറുതെ നമ്മൾ കഥകൾ പറയുന്നതല്ല, ഇത് NCERT-ലുള്ള പോയിന്റാണ്. ഇനി പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ 2 പ്രധാനപ്പെട്ട ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആരൊക്കെയാണ്, ഡെമോക്രിറ്റസും ലൂക്കിപ്പസും. ഓക്കെ, അപ്പോൾ ഡെമോക്രിറ്റസും ലൂക്കിപ്പസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആറ്റം എന്നൊരു പാർട്ടിക്കിൾ ഉള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ആറ്റത്തിൻ്റെ ഡിസ്കവറിയെ പറ്റി നോക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്ന ആരാണ്, അത് നമ്മൾ ആൻറ്റോയിൻ ലാവോസിയറാണ്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് ലാവോസിയർ എന്ന് പറയും. അപ്പോൾ ലാവോസിയർ എന്ന് പറയുന്ന വ്യക്തിക്ക് കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം ഏതാണ്ട് 1700-കൾ എന്ന് പറയുന്ന ആ വർഷത്തിലാണ്. അപ്പോൾ അന്ന് നമ്മുടെ ശാസ്ത്രം ഇത്രത്തോളമൊന്നും എന്ത് ചെയ്തിട്ടില്ല, വികസിച്ചിട്ടില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തെ പറ്റി നന്നായിട്ട് പഠിക്കുകയും, അതായത് റിയാക്റ്റൻറ്റുകൾ ഉണ്ടെന്നും അവ കെമിക്കൽ റിയാക്ഷനിലൂടെ പ്രോഡക്റ്റുകളായിട്ട് മാറുമെന്നും അവരുടെ മാസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ അവരുടെ മാസ് എന്ന് പറയുന്നത് റിയാക്ഷന് മുന്നും പിന്നും ഒക്കെ ഈക്വൽ ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്ന് ഇതിനെ പറ്റി ആരും ചിന്തിച്ചു പോലും നോക്കാത്ത കാലത്ത് ചിന്തിച്ച് അതിനുവേണ്ടി തിയറിയും നിയമങ്ങളും ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ആൻറ്റോയിൻ ലാവോസിയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് എന്ത് വിളിക്കുന്നത്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് പറയുന്ന ആരാണ്, ആൻറ്റോയിൻ ലാവോസിയർ ആണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു തിയറി എന്ത് ചെയ്യുന്നുണ്ട്, പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ആറ്റമായിട്ട് പറയുമ്പോൾ ലാവോസിയറിനെ എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത ഒരു തിയറി, ആ തിയറിയുടെ ഉത്തരം കണ്ടെത്താനായിട്ട് ജോൺ ഡാൾട്ടൺ ശ്രമിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അറ്റോമിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറി രൂപപ്പെട്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ ലാവോസിയർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 നിയമങ്ങളാണുള്ളത്. ഈ 2 നിയമങ്ങൾ ചേർത്ത് നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് വിളിക്കും. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ 2 നിയമങ്ങളാണുള്ളത്. ഒന്ന്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്.
ഇത് പ്രപ്പോസ് ചെയ്ത ആരാണ്? നേരത്തെ പറഞ്ഞ ലാവോസിയർ ആണ്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇത് ജോസഫ് പ്രൗസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രപ്പോസ് ചെയ്യുന്നത്. രണ്ടിനെയും കൂടെ ചേർത്ത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും, മറ്റൊന്ന് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ നമ്മൾ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്നും പറയും. അപ്പോൾ ഈ ലോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് അറ്റോമിക് തിയറിയിലോട്ട് പോകാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ. ആറ്റം എന്ന് പറഞ്ഞാൽ മാറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാണ്? ആറ്റമാണ്. ആറ്റത്തെ പറ്റി പറഞ്ഞ തിയറി അറ്റോമിക് തിയറിയാണ്. പക്ഷേ അറ്റോമിക് തിയറി വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ മഹർഷിയായിട്ടുള്ള കനാദ മഹർഷിയും ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള ഡെമോക്രിറ്റസും ലൂക്കിപ്പസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റം എന്നൊരു വസ്തു ഉള്ളതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആറ്റം എന്നൊരു വസ്തു ഉണ്ടാകാം എന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഫിലോസഫേഴ്സാണ്, സയൻറ്റിസ്റ്റുമാരല്ല. പിന്നെ ലാവോസിയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രി എന്നൊരു വിഷയം ഇങ്ങനെ നിർമ്മിച്ച്, അല്ലെങ്കിൽ കെമിസ്ട്രി എന്നൊരു വിഷയം രൂപപ്പെട്ട് വന്നത് തന്നെ ലാവോസിയറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ ലാവോസിയർ ആണ് അതിന് തുടങ്ങുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലാവോസിയർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അടുത്ത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ജോസഫ് പ്രോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിനെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ ഡാൾട്ടൺ എന്ത് കിട്ടുന്നത്? അറ്റോമിക് തിയറി കിട്ടുന്നത്. അപ്പോൾ ആ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എല്ലാവർക്കും അറിയാം അല്ലേ? മാസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം കൺസർവ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ മാസിൽ മാറ്റം വരുന്നില്ല. നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റുകൾ പരസ്പരം റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുകയാണ്? പ്രോഡക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ റിയാക്റ്റൻറ്റിൻ്റെ മാസും അതുപോലെ തന്നെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ മാസും നമ്മൾ കൂട്ടി നോക്കിയാൽ ഇതെപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറഞ്ഞത്. അതായത് മാസ് എന്ന് പറയുന്നതിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. മാസ് എന്ന് പറയുന്നതിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് ആയിരിക്കും. ഇതാണ് ആര്? ലാവോസിയർ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വസ്തു എടുത്താൽ, ഒരു പ്യുവറായിട്ടുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിനകത്ത് ചേർന്നിട്ടുള്ള വസ്തുക്കൾ, ആ എലമെൻ്റ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനകത്ത് ചേർന്നിട്ടുള്ള വസ്തുക്കൾ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുന്നതായിരിക്കും മനസ്സിലാക്കാൻ എളുപ്പം. വെള്ളം എന്ന് പറയുന്നൊരു സാധനം ഞാൻ പറഞ്ഞു. വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? H2O ആണ്. ഈ H2O എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താലും ശരി, നിങ്ങളുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താലും ശരി, ഞാൻ ഓടയിൽ നിന്ന് എടുത്താലും ശരി, നമ്മളതിനെ പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ഈ പറയുന്ന വെള്ളം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ അതിനകത്ത് എപ്പോഴും ഉള്ള ആരൊക്കെ ആയിരിക്കും? ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും. ഇവർ തമ്മിലുള്ള റേഷ്യോ ബൈ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:8 എന്ന റേഷ്യോയിലായിരിക്കും ഇവർ പരസ്പരം ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ 1:8, 1:8, അല്ലെങ്കിൽ 2 ഹൈഡ്രോജനും 1 ഓക്സിജനും ചേർന്നാൽ മാത്രമേ ലോകത്ത് എവിടെയും എന്ത് കിട്ടുകയുള്ളൂ? H2O എന്ന വാട്ടർ കിട്ടുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ജോസഫ് പ്രൗസ്റ്റ് പറഞ്ഞ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷന് പറയുന്നത്. ഇനി നിയമം എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഒരു പ്യുവറായ കെമിക്കൽ കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ, അതിലെപ്പോഴും കാണപ്പെടുന്നത് എന്തായിരിക്കും? സെയിം പ്രപ്പോർഷൻ ബൈ മാസ് ആയിരിക്കും. അതിലുള്ള എലമെൻറ്റുകളുടെ അളവെന്ന് പറയുന്നത് സെയിം പ്രപ്പോർഷൻ ബൈ മാസ് ആയിരിക്കും, റിഗാർഡ്ലെസ് ഓഫ് ഹൗ ദ കോമ്പൗണ്ട് ഈസ് ക്രിയേറ്റഡ്. എങ്ങനെ നിങ്ങൾ വെള്ളം എന്ന് പറയുന്ന സാധനം നിങ്ങൾ എങ്ങനെയോ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, എവിടുന്ന് വേണമെങ്കിലും എടുത്തോ, എവിടുന്ന് എടുത്താലും അതിനകത്ത് ഇതേ ഉണ്ടാവുള്ളൂ? H2ഉം ഓയുമേ കാണുകയുള്ളൂ. അത് ചേർന്നിട്ടുള്ള റേഷ്യോ 1:8 ആയിരിക്കും. എങ്കിൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. ഇതിനാണ് നമ്മൾ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്നും അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്നും പറയും. എന്താ പറയുന്നത്? ഒരു പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ടിനകത്തുള്ള എലമെൻറ്റുകളുടെ മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രപ്പോർഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചായ ഇടുമ്പോൾ നമുക്കൊരു പഞ്ചസാര അല്പം കൂടാം, പഞ്ചസാര അല്പം കുറയാം, കടുപ്പം കുറച്ച് കൂടാം, കടുപ്പം കുറച്ച് കുറയാം, പക്ഷേ കിട്ടുന്ന ചായ ആയിരിക്കും. പക്ഷേ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഒരു കോമ്പൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ കോമ്പൗണ്ടിൽ ചേരേണ്ട എലമെൻറ്റുകളുടെ അളവെന്ന് പറയുന്നത് കൃത്യ അളവിലായിരിക്കണം. അതായത് നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തോ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ ഈ ഹൈഡ്രജൻ അവൈലബിൾ ആണ്. ആ ബേസിക്കായ ഹൈഡ്രജൻ ബേസിക്കായ ഒരു അളവിൽ കിട്ടുന്ന ഓക്സിജനുമായിട്ട് ചേർന്നപ്പോഴാണ് എന്തുണ്ടായത്? വെള്ളം എന്ന് പറയുന്ന സാധനം ഉണ്ടായത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? ഈ സാധനങ്ങൾ ഒരു ക്വാണ്ടൈസ്ഡ് ആണെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ
ഒരു പാക്കറ്റിൽ കിട്ടുന്ന സാധനം ആലോചിക്കുക അല്ലേ. ഈ ഒരു പാക്കറ്റിൽ നമുക്കൊരു സാധനം വാങ്ങാൻ കിട്ടുള്ളൂ, അതുപോലെ ഒരു വസ്തു നമുക്കൊരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുള്ളൂ. അപ്പോൾ പാക്കറ്റിനകത്തുള്ള അളവിൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതിനെ പൊട്ടിച്ച് പകുതിയാക്കി നമുക്ക് ഒരാൾ തരുമോ? ഇല്ല. അതുപോലെ വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എലമെൻറ്റുകളായിക്കോട്ടെ, ഇവരൊരു നിശ്ചിത അളവിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള ഈ പറയുന്ന അളവിലാണെന്നും മനസ്സിലായി. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ മാസ് മാറുന്നില്ലെന്നും മനസ്സിലായി. അതിനെപ്പറ്റി നമ്മുടെ ജോൺ ഡാൾട്ടൺ വർഷങ്ങളോളം പഠിച്ചിട്ടാണ് അദ്ദേഹം എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്? അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്? അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റോമിക് തിയറി ഏത് വർഷം വന്നു? 1808 ആര് പ്രപ്പോസ് ചെയ്തു? ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ആറ്റം എന്ന് പറയുന്ന വാക്ക് അതിന് കൊടുത്തു. ആർക്ക്? ആ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളിന് കൊടുത്തു. കാരണം എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് ഗ്രീക്കിൽ അർത്ഥം വരുന്ന വെച്ചിട്ടാണ് നമ്മൾ ആറ്റം എന്ന വാക്ക് കൊടുത്തത്. അദ്ദേഹത്തിന് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ത് ചെയ്യാൻ പറ്റി? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റി. അതായത് മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റിനകത്തുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീകമ്പൈൻ ചെയ്യാനേ പറ്റുള്ളൂ. അത് പൊട്ടിപ്പോകത്തില്ല. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? പൊട്ടിപ്പോകത്തുമില്ല. രണ്ടെണ്ണം തമ്മിൽ ചേർന്നാലും അവരുടെ അളവെന്ന് പറയുന്നത് അവിടെ അളവായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്തോ ഒരു ബേസിക്കായ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്നും എല്ലാ മാറ്ററിനും എന്തോ ഒരു ബേസിക്കായിട്ടൊരു സാധനം അതിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടെന്നും ആ ബേസിക്കായ സാധനത്തിന് അദ്ദേഹം എന്ത് വിളിച്ചു? ആറ്റം എന്ന് വിളിച്ചു. അങ്ങനെയാണ് അറ്റോമിക് തിയറി ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ അറ്റോമിക് തിയറി പറഞ്ഞേക്കുന്നത്? ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മാറ്ററും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. അവരെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ഈ ആറ്റമാണ് കെമിക്കൽ റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നത്? പങ്കെടുക്കുന്നത്. ഈ ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആയ പാർട്ടിക്കിളാണ്. ഇത് പിന്നീട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് തെറ്റാണെന്ന്. എങ്കിലും അന്നത്തെ കണക്കനുസരിച്ച് ഇത് ഇൻഡിവിസിബിൾ ആണ്. നമുക്കതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഒരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റിനകത്ത് ഉള്ള എന്തെന്ന് പറയുന്നത്, നമ്മളൊരു എലമെൻ്റ് എടുത്താൽ അതിനകത്തുള്ള മാസ് എങ്ങനെ പറയാൻ? ഓക്സിജൻ അല്ലേ. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പ്രോട്ടോണും 8 ന്യൂട്രോണും 8 ഇലക്ട്രോണും ചേർന്നാണ് ഉണ്ടാകുന്നത്. അന്ന് ഡാൾട്ടന് പ്രോട്ടോൺ ന്യൂട്രോണോ ഇലക്ട്രോണോ ഒന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാനിപ്പോൾ 10 ഗ്രാം എന്ന് പറയുന്ന അളവിൽ ഓക്സിജൻ എടുത്താൽ അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് എന്തായിരിക്കും ഉണ്ടാകുന്നത്? ആറ്റം ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ആറ്റത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ ഓക്സിജൻ്റെയും എന്താണ്? ആറ്റം എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ. അതുപോലെ ഡിഫറൻറ്റ് എലമെൻറ്റുകളുടെ ആറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഡിഫറൻറ്റ് അളവിലായിരിക്കും. അതായത് ഇപ്പോൾ ഓക്സിജൻ ഞാൻ എടുത്തു, നൈട്രോജൻ എടുത്തു. ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ ആ അളവിലായിരിക്കില്ല നൈട്രോജൻ്റെ ആറ്റം ഇരിക്കുന്നത്. അതൊരു വ്യത്യാസമുണ്ട്. കാരണം നമുക്കറിയാം നൈട്രോജനകത്ത് 7 എണ്ണേ ഉള്ളൂ, ഓക്സിജനകത്ത് എന്ത് വരുന്നുണ്ട്? 8 എണ്ണം വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതാണ് ആ വ്യത്യാസം. കാർബൺ ആണെങ്കിൽ 6 എണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ വലിപ്പ വ്യത്യാസമുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. ഇതാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അറ്റോമിക് തിയറിയിൽ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വന്നു. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ അറ്റോമിക് തിയറി എന്താണ് പറഞ്ഞത്? ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ആര് പ്രൂവ് ചെയ്തു? നമ്മുടെ ഡാൾട്ടൺ പ്രൂവ് ചെയ്തു. അറ്റോമിക് തിയറി വെച്ചിട്ട് അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ 1808. അദ്ദേഹം പറഞ്ഞ തിയറി എന്താണ് പറഞ്ഞത്? ആറ്റം എന്ന് പറയുന്ന അൺഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. എല്ലാ വസ്തുക്കളും ആറ്റം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സെയിം മാസുള്ള എലമെൻറ്റുകൾക്ക് സെയിം നമ്പർ ഓഫ് ആറ്റം ആയിരിക്കും കാണപ്പെടുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മുടെ ഡാൾട്ടൺ പറഞ്ഞത് തെറ്റാണ്. പിന്നീട് പക്ഷേ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണെന്ന്. ഒന്ന്, ഓക്കെ, ഐസോടോപ്പ് എന്ന് പറയുന്നൊരു സാധനം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് ഡാൾട്ടൺ അറിയില്ല. ഡാൾട്ടൺ അറ്റോമിക് തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല. എന്താ ഐസോടോപ്പ്? നമ്മൾ പറഞ്ഞു സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും വരുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രോജനകത്ത് പ്രോട്ടിയം, ഡ്യൂട്രിയം, ട്രിഷ്യം എന്ന് പറയുന്ന 3 എണ്ണം ഹൈഡ്രോജൻ്റെ എന്താണ്? ഐസോടോപ്പാണ്. ഡാൾട്ടൺ പറഞ്ഞു ഹൈഡ്രോജൻ എന്നൊരു എലമെൻ്റ് എടുത്താൽ ആ എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റവും ഒരുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? പ്രോട്ടിയത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ല എന്താണ്? ഡ്യൂട്രിയത്തിൻ്റെ, അതല്ല ട്രിഷ്യത്തിൻ്റെ. അപ്പോൾ ഈ ഐസോടോപ്പ് എന്ന് പറയുന്ന സംഗതി ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? നമ്മുടെ ഡാൾട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഐസോടോപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നത്തെ ഏതോ ക്ലാസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഇനി ഐസോ ബാറുകളെ പറ്റിയിട്ട് ആർക്ക് പറയാൻ പറ്റിയില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഡാൾട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്താ ഐസോ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള എന്താണ് മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ വരുന്ന വസ്തുക്കളാണെന്ന് പറയുന്നത് ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോ ബാറും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ ഡാൾട്ടൺ പറഞ്ഞ എന്താ? ഡിഫറൻറ്റ് എലമെൻറ്റുകളാണെങ്കിൽ അവരുടെ ആറ്റവും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എന്താണ്? നമ്മൾ സെയിം എന്താണ് മാസ് നമ്പർ വരുന്ന ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ വരുന്ന ഒരുപോലെ ഇരിക്കുന്ന ആറ്റങ്ങളെ പിന്നീട് കണ്ടെത്തി. അതാണ് ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ഡാൾട്ടന് പറ്റിയില്ല. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് പറ്റിയില്ല? ഡാൾട്ടന് പറ്റിയില്ല. എങ്ങനെയാണ് ആറ്റം ഇരിക്കുന്നത്, ആറ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് ആറ്റത്തിൽ ചാർജ് വരുന്നത്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളത്
കളഞ്ഞു. 1800-ലാണ് ഇത് പറയുന്നത്. 19-ാം നൂറ്റാണ്ടായപ്പോൾ 1900-ങ്ങളായപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതല്ല ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും കാര്യം സെറ്റാണോ? എങ്കിൽ നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ ഇതുവരെയുള്ളത് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആറ്റം എന്താണെന്നും ആറ്റം എങ്ങനെ കണ്ടെത്തിയെന്നും അറ്റോമിക് തിയറി എന്താണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് ഈ പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, നിങ്ങൾക്കറിയാം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇതാരാ കണ്ടെത്തിയത്, എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളത് ബേസിക്കായി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. എക്സ്പെരിമെൻ്റ് ഒന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോണെ പറ്റിയാണ്. അപ്പോൾ പി എസ് സി അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേക്ക് ചോദിക്കാൻ പറ്റും, ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 തവണ പറഞ്ഞത്. എങ്ങനെയാണ് കണ്ടെത്തിയത്? കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലൂടെയാണ് ജെ തോംസൺ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. ഈ കാണുന്നതാണ് കാഥോഡ് റേ ട്യൂബ്. ഇതിനകത്ത് കാഥോഡ് എന്ന് പറയുന്ന റേ ഭാഗത്ത് ആനോഡും കാഥോഡും അറിയാമല്ലോ. ഈ കാഥോഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ബീം വന്നെന്നും അത് ഈ പറയുന്ന ഡിഫ്ലക്റ്റിംഗ് കോയിൽ വെച്ച് ഡിഫ്ലക്ട് ചെയ്തെന്നും അങ്ങനെ അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്നും ആര് കണ്ടെത്തി? ജെ തോംസൺ കണ്ടെത്തി. പിന്നീടും കുറേ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മാസും ചാർജും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. നമുക്കതൊന്നും പഠിക്കണം, അതൊക്കെ +1 ആണ് വരുന്നത്. നമുക്കിപ്പോൾ ഗ്രൂപ്പ് ഡി ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കിക്കോ, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. എങ്ങനെ കണ്ടെത്തി? കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു എന്താണ്? ഇലക്ട്രോൺ എന്നൊരു സാധനമുണ്ട്, അത് നെഗറ്റീവ് ചാർജുള്ള ആളാണ്. ആ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോ, ചോദിച്ചിട്ടുണ്ട്. -1.6 × 10⁻⁻19 കുളമ്പാണെന്ത്? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഈ സി എന്ന് പറഞ്ഞാൽ അതാണെന്ത്? കുളമ്പ്. എന്താണ്? കുളമ്പ്. കുളമ്പ് എന്താണ്? ചാർജിൻ്റെ യൂണിറ്റാണ് കുളമ്പ് എന്ന് പറയുന്നത്. ഇതും ഒരു പ്രീവിയസ് ചോദ്യമാണ്. യൂണിറ്റ് ഓഫ് ചാർജ് കുളമ്പ്. യൂണിറ്റ് ഓഫ് ചാർജ് കുളമ്പ്. യൂണിറ്റ് ഓഫ് ചാർജ് കുളമ്പ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര? -1.6 × 10⁻⁻19 കുളമ്പാണ്. എന്ത്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 9.1 × 10⁻31 കിലോഗ്രാമാണ്. 9.1 × 10⁻31 എന്ന് പറയുമ്പോൾ ആലോചിക്കണം, 9.1 1/31 വരും, അത്രയും ചെറുതാണ്. അതായത് ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്താണ്? വളരെയധികം നെഗ്ലിജിബിൾ ആണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് ജെ തോംസൺ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടെത്തി. ഈ ആണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്മോൾ ആണ്. ഇത് എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിൻ്റെ പുറത്താണ് കാണുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് വരുന്നതാണ് ആര്? പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആരാ പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത്? ഗോൾഡ്സ്റ്റീൻ ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗോൾഡ്സ്റ്റീൻ പ്രോട്ടോൺ കണ്ടുപിടിച്ച് എങ്ങനെയാണ്? ആനോഡ് റേ അല്ലെങ്കിൽ കനാൽ റേ എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്യുന്നത്? പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത്. പ്രോട്ടോൺ ഇലക്ട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. എത്ര ചാർജ്? ഇലക്ട്രോൺ സിമ്പിൾ 1.6 × 10⁻⁻19 കുളമ്പ്. പക്ഷേ എന്താണ്? +1.6 × 10⁻⁻19 കുളമ്പ്. മാസ് വ്യത്യാസമുണ്ട്. പ്രോട്ടോണിന് മാസ് കുറച്ച് കൂടുതലാണ്. അത് 1.673 × 10⁻24 ഗ്രാമാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? ഇലക്ട്രോൺ വെച്ച് നോക്കുമ്പോൾ അത് വ്യത്യാസം ആണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുറച്ച് പ്രോട്ടോണിന് മാസ് ഉണ്ട്. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോ. പ്രോട്ടോൺ ഇലക്ട്രോണേക്കാളും കുറച്ച് മാസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിളാണ് ആരെന്ന് പറയുന്നത്? ന്യൂട്രോൺസ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രോണെ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ലൈറ്റർ എലമെൻ്റ് ആയിട്ടുള്ള ലിഥിയം ബോറോൺ, അല്ലെങ്കിൽ നമ്മളെ ജെയിംസ് ചാഡ്വിക്കിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്തുകൊണ്ട് വേണ്ട, അത്രയൊന്നും വേണ്ട. അപ്പോൾ എന്താണ് നോക്കിയോ, നമ്മുടെ ലിഥിയം ബോറോൺ പോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളിൽ ആൽഫ റേ സ്കാറ്ററിങ്, ആൽഫ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സ്കാറ്റർ ചെയ്തപ്പോൾ ഒന്നിലും പെടാത്ത കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. ആ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് വിളിച്ചത്? ന്യൂട്രോൺ എന്ന് വിളിച്ചത്. എന്ത് വിളിച്ചത്? ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോട്ടോൺ എന്ന് പറയുന്നതിൻ്റെ സെയിം മാസാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇലക്ട്രോൺ എന്താണ്? ചാർജ് ഇല്ല. എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ നോ ചാർജ് ആണ് ആർക്ക്? ഇലക്ട്രോൺ എന്ന് പറയും, ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഞാൻ ഒരൊറ്റ ടേബിൾ കൊടുത്തിട്ട് പഠിക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കോ, ചാർജ് മാസ് ഡിസ്കവർ ചെയ്ത ആളുടെ പേരാണ് ഉള്ളത്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നോ ചാർജ്. ഇലക്ട്രോൺ നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവാണ്. പ്രോട്ടോൺ 1 യൂണിറ്റ്, നമുക്ക് എത്ര? 9.1 എടുക്കാൻ പറ്റും. ന്യൂട്രോണും ചാർജും ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം?
ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ മറക്കാതെ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.